OET ലിസ്ണിങ്ങിന് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു പ്രാക്ടീസ് വഴി എ ഗ്രേഡ് അല്ലെങ്കിൽ ബി ഗ്രേഡ് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എത്രത്തോളം രീതിയിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ഒരു പോയിൻ്റ് പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ മുഴുവനും നിങ്ങൾ കാണുക. ഓക്കെ. ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ. ഞാൻ യദുകൃഷ്ണ. സോ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ OET ലിസ്ണിങ്ങിന് നിങ്ങൾക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ലൈക്ക് ലാക്ക് ഓഫ് പ്രാക്ടീസ് കാരണമാണ് ഒരുപാട് പേർക്കും ലിസ്ണിങ്ങിന് ഇത്രയും മാർക്ക് കുറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആവട്ടെ, നമ്മൾ അവർക്ക് തുടക്കം മുതലേ തന്നെ ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കാര്യത്തിൽ പോകുമ്പോഴാണ് അവർക്ക് നല്ല സ്കോഴ്സിലോട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ആണ് ലിസ്ണിങ്ങിനുള്ളത്. എ പാർട്ട്, ബി പാർട്ട് ആൻഡ് സി പാർട്ട് ഉണ്ട്. സോ ഇതിൽ ഈ സെറ്റ് ഓഫ് 3 പാർട്ട് വഴി അസസ് ചെയ്യുന്നത് നിങ്ങളുടെ ലിസ്ണിങ്ങിൻ്റെ സ്കില്ലാണ്. ഓക്കെ, സോ ലിസ്ണിങ്ങിൻ്റെ സ്കിൽ അസസ് ചെയ്യുക എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ലിസണിങ് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യും അതിനനുസരിച്ചായിരിക്കും ആ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സോ ഇതിനെപ്പറ്റിയുള്ള റീസൺ, ലൈക്ക് എ പാർട്ട് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ബി പാർട്ട് എങ്ങനെയാണ്, അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ്, അല്ലെങ്കിൽ സി പാർട്ടിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ്, അതിൻ്റെ ഓവറോൾ വീഡിയോസ് എല്ലാം തന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പോപ്പപ്പ് ചെയ്യുന്നിടത്തോ ഒക്കെ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാം. OET ലിസ്ണിങ്ങിൻ്റെ എ പാർട്ട്, ബി പാർട്ട് ആൻഡ് സി പാർട്ട് എല്ലാം നിങ്ങൾക്ക് കാണാം. ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കാം, പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ കാര്യം, എങ്ങനെ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എഫക്റ്റീവായിട്ട് ചെയ്യാം ലിസ്ണിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ള മെയിൻ പോയിൻ്റാണ് റിപ്പീറ്റ്. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. കാര്യം, നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പല മെറ്റീരിയൽസിലും പല കാര്യങ്ങളും അത് നിങ്ങളാരും ശ്രദ്ധിക്കില്ല. എന്തുകൊണ്ട്? ബിക്കോസ് നിങ്ങൾ റിപ്പീറ്റായിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനോ ആ മെറ്റീരിയലിനെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാനോ പോകാനായിട്ടുള്ള സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാറില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജസ്റ്റായിട്ട് ഞാനൊന്ന് ബ്രീഫ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു എ പാർട്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, എ പാർട്ടിനകത്ത് നിങ്ങൾക്ക് മെഡിസിൻസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസോ വരാറുണ്ട് മിക്കപ്പോഴും, ഇല്ലേ? ഇപ്പോൾ അതിനകത്തൊരു പേഷ്യൻറ്റിന് പറയുകയാണ്, ലൈക്ക് ഇപ്പോൾ ലോങ് ടെക്ക് കൊടുക്കുന്നു. ലോങ് ടെക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നൊരു മെഡിസിനാണ്. ഓക്കെ, ലോങ് ടെക്ക് എന്ന് പറയും. അപ്പോൾ LONGTEC, ലോങ് ടെക്ക് എന്ന് പറയും. സോ അത് പെയിന് കൊടുക്കുന്നൊരു മെഡിസിനാണ്. സോ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഹെഡേക്കായിട്ട് വന്ന പേഷ്യൻ്റിനാണ് ഈ ലോങ് ടെക്ക് കൊടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ കേട്ടിട്ടില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ആൻസർ ഓട്ടോമാറ്റിക്കലി തെറ്റിക്കും. ഇനി നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തില്ല. ഓക്കെ, റിപ്പീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോങ് ടെക്ക് ഓൾറെഡി മറന്നുപോയി, നിങ്ങൾക്ക് ഇനി ഓർമ്മയില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾ തെറ്റിച്ചൊരു ആൻസറാണ്. അടുത്തൊരു മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിൽ പേഷ്യൻ്റ് അബ്ഡോമിനൽ പെയിനായിട്ടോ അല്ലെങ്കിൽ ലെഗ് പെയിനായിട്ടോ ആയിരിക്കും സിറ്റുവേഷൻ. അതിനകത്തും ഈ സെയിം മെഡിസിൻ മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കണം. അപ്പോൾ ഈ സെയിം മെഡിസിൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്താലും നിങ്ങളത് പിക്ക് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ തെറ്റ് നേരത്തെ റെക്കഗ്നൈസ് ചെയ്തതുമില്ല, അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിയ ഉത്തരം മാത്രം ഒന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒട്ടും അറിഞ്ഞുകൂടാത്തത്, എസ്പെഷ്യലി മെഡിസിൻസോ ഇൻവെസ്റ്റിഗേഷൻസോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ചെറിയൊരു നോട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ലോങ് ടെക്ക് എന്ന് ഞാൻ പറഞ്ഞു പെയിൻ കില്ലറാണ് എന്നുള്ള കാര്യം, അതിൻ്റെ ഒരു ഷോർട്ട് ഫോമും അതിൻ്റെ പ്രൊനൗൺസിയേഷനും നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സെൻസ് ഓർഗൻസും വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഒരിടത്ത് ലോങ് ടെക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് ഈ റിപ്പീറ്റ് എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇനി അടുത്ത ബി പാർട്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ സി പാർട്ടിനാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എലിമിനേഷൻ ടെക്നിക്സ് ആണ്, ഇല്ലേ? അപ്പോൾ ആ ഒരു എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാനും നിങ്ങൾ ആ ഒരു ബി പാർട്ടിൻ്റെ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസിൻ്റെ മീനിങ് ഒന്ന് അറിഞ്ഞിരിക്കുക നന്നായിട്ട്. ഓക്കെ അല്ലേ? നിങ്ങൾ ആ ഒരു സ്ട്രെസ്ഫുൾ ടൈമിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു പുകമറ പോലെ ആയിരിക്കും തോന്നുക, ബിയും സിയും. അതേസമയം നിങ്ങൾ അതിനകത്തൊന്ന് മാറ്റിയിട്ട് ചുമ്മാ ഒന്ന് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കിയേ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ വറിയിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് സിമ്പിൾ സെൻറ്റൻസസിലാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആൻസർ വരുമ്പോൾ എൻറ്റയർലി അതിനകത്തുനിന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും പാരാഫ്രൈസ് ചെയ്തിട്ടായിരിക്കും ആൻസേഴ്സ് വരിക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് ആ ഓപ്ഷൻസിനകത്ത് കിടക്കുന്നതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനകത്തോട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ വീണ്ടും ആ ഓഡിയോയിൽ കേൾക്കും എന്നുള്ള കാര്യം. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് റെപ്പറ്റീഷൻ ഒരു
പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് മാറ്റുക. എനിക്കറിയാം സമയക്കുറവ് കാണും, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് ചെയ്യുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഇപ്പോൾ ബി പാർട്ട് തന്നെ ഒരു 2-3 മെറ്റീരിയലിൻ്റെ ബി പാർട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ പോരായ്മ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സി പാർട്ടും. സോ നിങ്ങൾക്ക് ടൈം ഉള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എയും ബിയും സിയും ചെയ്യാം. അതേസമയം കോമൺലി നമ്മുടെ കുട്ടികളെല്ലാവർക്കും ചെയ്തു പോകുമ്പോൾ ഒരു മടി വരാം, ജനറേറ്റ് ചെയ്യപ്പെടാം എന്താണെങ്കിലും. സോ അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണോ ടഫസ്റ്റ് ആയിട്ട് തോന്നുന്നത്, ഇപ്പോൾ എ ആവട്ടെ ബി ആവട്ടെ സി ആവട്ടെ, അതിന് നിങ്ങൾ ആദ്യം മുൻഗണന കൊടുക്കുക. ദെൻ ആ ഒരു ഓർഡറിലോട്ട് പോവുക. മനസ്സിലായോ? സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വീക്കായിട്ടുള്ളതിന് ആദ്യം ഒരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണല്ലോ. സോ നിങ്ങൾ ചെയ്യാനും താല്പര്യപ്പെടും, ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇതിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് വെച്ചാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. സോ 1 by 1 ആയിട്ട് ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോവുക. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾ ഡെയിലി ഇനി പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ. സോ പോയിൻറ്റ് നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും പ്രിൻ്റ് ഔട്ട് എടുത്ത് മാക്സിമം, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ലിസ്ണിങ്ങിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനായിട്ട്. സോ ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത്, റീഡിങ് മാത്രം പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ പോരാ. ലിസ്ണിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. സോ എല്ലാവരും അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകും. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു OET പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടി, ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷുവർലി നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു ലിസ്ണിങ്ങിൻ്റെ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സോഴ്സസ്, ഇപ്പോൾ നമ്മുടെ ടെലഗ്രാമിലാവട്ടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്സിലുള്ളവരാവട്ടെ, എപ്പോഴും നമ്മൾ സാമ്പിൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ലിസ്ണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. സോ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് റിയൽ സെനാരിയോയിൽ, അല്ലെങ്കിൽ നിങ്ങൾ റിയൽ എക്സാമിന് പോകുമ്പോഴും നിങ്ങളൊരു പേപ്പർ ബേസ്ഡ് എക്സാമാണ് എഴുതുന്നത് ഇല്ലേ. സോ അതിനകത്ത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസിനെ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ അണ്ടർലൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ആൻസേഴ്സ് എല്ലാം അതിൽ എഴുതാതിരിക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറുമ്പോഴോ, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ. സോ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു OETയുടെ OMR ഷീറ്റ് പോലെ, നിങ്ങൾക്ക് അതിനകത്തൊരു ആൻസേഴ്സ് എയും ബിയും സിയും ഒക്കെ എഴുതാനുള്ള ആൻസേഴ്സ്, അല്ലെങ്കിൽ ബബിൾ ചെയ്യാനുള്ള ഷെയ്ഡിങ് പോർഷൻസ് ആയിട്ടുള്ള ഒരു PDF മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് 20 to 30 മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാം. സോ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് എഴുതി പോവാം. കാര്യം നിങ്ങൾ ഈ പ്രിൻ്റ് എടുത്ത് വയ്ക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങളുടെ ആൻസേഴ്സ് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര വായിച്ചാലും അതിൻ്റെ ഒരു ഷെയ്ഡ് അവിടെ കാണും. അപ്പോൾ സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ആൻസർ അതിനകത്ത് കാണാൻ പറ്റും. അതൊരു എഫക്റ്റീവ് പ്രാക്ടീസ് അല്ലാതെ മാറുകയും ചെയ്യും. സോ അത് ശ്രദ്ധിക്കുക. സോ അങ്ങനെ ഒരു കാര്യത്തിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാത്തിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം, ഗ്രൂപ്പിനകത്ത് നിന്നും ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് നിങ്ങൾ കോപ്പീസ് എടുത്ത് വെക്കുക. ഒരു 20 സെറ്റ് ഓഫ് കോപ്പീസ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ടും സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് വരുന്നത് ഷെയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. ബാക്കി എ പാർട്ട് എഴുതാനുള്ള ആൻസേഴ്സിനുള്ളൊരു സ്പേസും അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക, ആൻസേഴ്സ് എല്ലാം അതിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാം. സോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പാർട്ട് എയുടെയും ലിസ്ണിങ്ങിൻ്റെ പാർട്ട് ബിയുടെയും സിയുടെയും ഞാൻ പറയുന്ന മെത്തേഡ്സ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതും സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഈ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, മെയിനായിട്ട് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളിനി പ്രാക്ടീസ് ചെയ്യാനിരിക്കുമ്പോൾ എന്തായാലും പ്രിൻറ്റഡ് മെറ്റീരിയൽസ് വെച്ചായിരിക്കുമല്ലോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ശരി, ഇനിയിപ്പോൾ ഒട്ടും പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലുള്ള മെറ്റീരിയൽസ് നോക്കുമായിരിക്കും. എനിവേ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇൻട്രോസ്പെക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ലിസ്ണിങ്ങിലുള്ള ഏത് പാർട്ടാണ്, എ ആണോ ബി ആണോ സി ആണോ നിങ്ങൾക്ക് ടഫ് എന്നുള്ള കാര്യം അറിയാൻ പറ്റുമായിരിക്കും അല്ലേ. ഒരു ഈസി പാർട്ട് നിങ്ങൾക്ക് കാണുമായിരിക്കും, ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടും കാണും. മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസും പറയാറുള്ളത് അവർക്ക് ചില സമയത്ത് സി പാർട്ടായിരിക്കും, റീഡിങ്ങിൻ്റെ സി പാർട്ട് പോലെ തന്നെ ലിസ്ണിങ്ങിൻ്റെ സി പാർട്ടും ടഫാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു പകുതി മെജോറിറ്റിയും ലിസ്ണിങ്ങിൻ്റെ എ പാർട്ടും ടഫാണെന്ന് പറയാറുണ്ട്. സോ എന്തുകൊണ്ട് ഇത് ടഫാകുന്നു, നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ഷെഡ്യൂള് കറക്റ്റായിട്ട് പോകാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത്, കൂടുതലും നിങ്ങൾക്ക് ഒരിടത്ത് നിന്നും കൂടുതലും ലിസ്ണിങ്ങിൻ്റെ അല്ലെങ്കിൽ റീഡിങ്ങിൻ്റെയോ നല്ലൊരു സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഗൈഡൻസ് ഒരിടത്തു നിന്നും കിട്ടിയതായിട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പറയുന്നുണ്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളിത് പറയുന്നുണ്ട്, എന്താണോ ക്ലാസ്സിനകത്ത് ഞങ്ങൾ എടുക്കുന്നത്, സ്റ്റുഡൻസിന് എടുത്തിട്ടുള്ളത് സെയിം ഒരു രീതി തന്നെയാണ് ആ യൂട്യൂബ് വീഡിയോസിനകത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൽഫായിട്ടുള്ള സ്റ്റഡി ചെയ്യുന്ന കുട്ടികൾക്ക്
ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഈ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതി നിങ്ങൾ അപ്ഡേറ്റ് വഴി നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ടഫായിട്ടുള്ള സി പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടഫ് നിങ്ങൾക്ക് സി പാർട്ടാണെങ്കിൽ നിങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എയും ബിയും സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. എ ഡിഫറൻ്റ് ആണ്, ബി ഡിഫറൻ്റ് ആണ്, സി ഡിഫറൻ്റ് ആണ്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സി ആണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സൈക്കോളജിക്കലി നമ്മൾ എയും ബിയും ചെയ്തിട്ട് സിയിലോട്ട് പോകുമ്പോൾ നമുക്കൊരു മടി കാണും എന്തായാലും ഇല്ലേ, ഉറപ്പായിട്ട് മടി കാണും അതിലോട്ട് എത്തുമ്പോൾ. ഇനി സി ആണ് എന്നിങ്ങനൊരു തോന്നൽ വരും. സോ അങ്ങനെ ഒരു ഫാക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഒബ്സ്റ്റക്കിളിനെ നമുക്കൊന്ന് മാറ്റിക്കഴിഞ്ഞിട്ട് ടഫായിട്ടുള്ളതിനെ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു ഫ്രഷൻ അപ്പ് ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡിൽ തന്നെ നമ്മളത് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സി പാർട്ട് സ്റ്റാർട്ട് ചെയ്യുക തുടക്കത്തിൽ. ആ സി പാർട്ട് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ 1, 2, 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സി പാർട്ട് മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ അല്ലേ. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനകത്ത് വരുന്ന സി പാർട്ടിനകത്തുള്ള എന്തൊക്കെ ടാക്ടിക്സ് ആണ് അതിനകത്ത് വരുന്നതെന്നുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് അതിനകത്ത് മാറിപ്പോകുന്നുള്ള കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. കാര്യം നിങ്ങൾ റെഗുലറായിട്ട് 2-3 സി പാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ എങ്ങനെ ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തെറ്റ് വരുന്നത്, എവിടെയാണ് നിങ്ങളുടെ വീക്ക് സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു OET ലിസ്ണിങ്ങിൻ്റെ സി പാർട്ടിനെ പറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടെ ഒന്ന് കാണുക. സോ അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ സി പാർട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സ്ട്രാറ്റജീസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പാസ് റേറ്റ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, ആൻഡ് റീസെൻ്റ്ലി നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം കിട്ടിയിട്ടുള്ളൊരു സ്കോർ, അവരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാമാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു മെത്തേഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഓഫ് കോഴ്സ് ഈ ഒരു മെത്തേഡിലോട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഉറപ്പായിട്ടും ലിസ്ണിങ്ങിനകത്ത് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കമ്മിങ് വീഡിയോസിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ സി പാർട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ബിയും എയും ഇതേപോലെ ഒരു ടൈം ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ലൈക്ക് ബി ചെയ്യുന്ന സമയത്തും ഒരു മെറ്റീരിയലിൻ്റെ ബി, അടുത്ത മെറ്റീരിയലിൻ്റെ ബി, ദെൻ അടുത്ത മെറ്റീരിയലിൽ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത ദിവസം അല്ലെങ്കിൽ തിരക്കിട്ട് ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നുള്ളതാവും. അതേസമയം നിങ്ങൾ 3 നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ളവരാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. OET ബിഗിനേഴ്സിന് വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ പറയുന്നത്. ബിഗിനേഴ്സിനും ട്രൈ ചെയ്യാൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ. അല്ലാതെ നിങ്ങൾ ഓൾറെഡി ഒരു സെക്യൂർഡ് സ്റ്റേജിലെത്തി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒന്നുമില്ലാത്തതിനെക്കാട്ടിലും എന്തെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൊരു എഫക്റ്റ് കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ 3 കൂടെ ഒരുമിച്ച് ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിൽ ആകെ മടുപ്പായിപ്പോവും. നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എഫക്റ്റ്, അവരുടെ അനുഭവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു സി പാർട്ട് അന്നത്തെ ഒരു ദിവസം കവർ ചെയ്യുന്നുള്ളൊരു ആശ്വാസമെങ്കിലും നിങ്ങൾക്ക് കാണും, സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, സോ എന്ത് ചെയ്യുക, ബി പാർട്ടാണെങ്കിലും എ പാർട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ ഒന്ന് റിപ്പീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ഏരിയാസിനകത്തുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു പ്രാക്ടീസ് മോഡ് വഴി. ഓക്കെ അല്ലേ. സോ നിങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഗ്രാജുവലി നിങ്ങൾക്ക് ലൈക്ക് ഇന്നിപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ നിങ്ങൾക്ക് നാളെ ഇതിൻ്റെ ഒരു ചേഞ്ചസ് വരിക, അല്ലെങ്കിൽ 42 കിട്ടുകയും ചെയ്യില്ല. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഓക്കെ, സോ എനിക്ക് ലാസ്റ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത്, ഈ ലിസ്ണിങ്ങിൻ്റെ എസ്പെഷ്യലി ലിസ്ണിങ്ങിൻ്റെ പ്രാക്ടീസിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ഒരുപാട് മെസ്സേജസ് അല്ലെങ്കിൽ ക്വയറീസ് ഡെയിലി എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. കാര്യം ഈ ലിസ്ണിങ്ങിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ എടുത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ചോദിക്കുന്നത് ഏത് മെറ്റീരിയലാണ് സാർ ഞങ്ങൾ യൂട്യൂബിനകത്ത് നോക്കി പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പം എനിക്ക് വരുന്ന മെസ്സേജ് ചെയ്യുന്നവരടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തോ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല യൂട്യൂബിനകത്ത് പോയി കണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഒട്ടും സമയം അല്ലെങ്കിൽ തിരക്ക് കാരണമാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കാര്യം ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ചെയ്യുന്നതാണ് ബെറ്റർ. മെറ്റീരിയൽസ് നല്ലതിൻ്റെയോ അല്ലെങ്കിൽ റിലയബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നിങ്ങളൊരു പേപ്പർ ബേസ്ഡ്, ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട്, പേപ്പർ ബേസ്ഡ് ഉണ്ട് അല്ലേ. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്തോ, നോ പ്രോബ്ലം. ബിക്കോസ് അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് പോകുക ഒരു സ്ട്രക്ചർ. പേപ്പർ ബേസ്ഡിനകത്ത് പോയിട്ട് നിങ്ങൾക്കൊരു യൂട്യൂബിനകത്തുള്ള മെറ്റീരിയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്നത് അല്ലേ. നിങ്ങൾക്ക് പേപ്പർ തന്നെയാണ്, പ്രിൻ്റ് എടുത്ത പേപ്പർ തന്നെയാണ് തരുന്നത്. സോ
വൈ നോട്ട്, നിങ്ങൾ എന്തുകൊണ്ട് പ്രിൻ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ല നോക്കുക. ഇപ്പോൾ ഒരുപാട് ഇഷ്ടംമാതിരി റിസോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ. നിങ്ങൾക്ക് ഞാൻ വീണ്ടും നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യണം. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പ്സിലോട്ട് ജോയിൻ ചെയ്യുക. സോ അതിനകത്ത് നിങ്ങൾക്ക് നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് കാണാം. ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്. അതിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമാതിരി നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് റീഡിങ്ങിൻ്റെയും ലിസ്ണിങ്ങിൻ്റെയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും സാമ്പിളായിട്ടുള്ള. സോ അതെല്ലാം നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കാലത്ത് റിസോഴ്സസ് അവൈലബിൾ അല്ല നിങ്ങൾ ഒരിക്കലും പറയരുത്. പ്ലസ് എക്സ്ട്രാ ആയിട്ട് OETയുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് 3-4 അവരുടെ തന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ഓഡിയോ. അപ്പോൾ അതെല്ലാം വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചാൽ, കാര്യം നിങ്ങളൊരു ലിസ്ണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിനകത്തുള്ള വീഡിയോസ് കാണാം, പ്രാക്ടീസ് ചെയ്യാം. ഇത് മാത്രം കേൾക്കണമെന്നില്ല. സോ OETയുടെ വെബ്സൈറ്റിൽ തന്നെ ഈ യൂട്യൂബ് വീഡിയോസ് അല്ലാതെ തന്നെ OETയുടെ വെബ്സൈറ്റിൽ തന്നെ ഒരുപാട് പോഡ്കാസ്റ്റുകൾ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കാണാം. ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊന്നും ആരും നോക്കുന്നില്ല അങ്ങനത്തെ. അതെല്ലാം നിങ്ങളുടെ ലിസ്ണിങ് സ്കിൽസ് നിങ്ങൾക്ക് ആ ഒരു എബിലിറ്റി കൂട്ടാനായിട്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാനുള്ള ആ ഒരു OMR ഷീറ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അതിനകത്ത് നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. യൂട്യൂബ് ഒരു പാർഷ്യൽ സൈഡായിട്ട് നിങ്ങളുടെ ഒരു മെയിൻ പ്രിഫറൻസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ദയവ് ചെയ്ത് തന്നെ കൺസിഡർ ചെയ്യരുത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, വേണ്ട എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. പക്ഷേ അതൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സാക്കി മാറ്റുക. മെയിൻ സോഴ്സായിട്ട് എപ്പോഴും പ്രിൻറ്റഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ്ങിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്നും പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിത് പറയാനുള്ളത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ കുറച്ച് ഗ്യാപ്പ് വരുന്നത് വീഡിയോയുടെ നിങ്ങളുടെ എല്ലാവരുടെയും ക്വയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻസിലും അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കണ്ടതിന് ശേഷമാണ് ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഒരു ഗ്യാപ്പിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൂടുതൽ ഡൗട്ട്സ് വരുന്നത് അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക നമ്മുടെ വീഡിയോസ് വഴി. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിലോട്ട് വരുന്നത് ആശ മാമിൻ്റെ റീഡിങ്ങിൻ്റെ സെഷൻസ് എല്ലാം നിങ്ങളടുത്ത് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം എഡിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ് ആയിട്ട് തന്നെ ഇനി അത് അപ്ലോഡ് ചെയ്യാൻ താമസിയാതെ തന്നെ. ആൻഡ് ബാക്കിയുള്ള കമ്മിങ് സെഷൻസിൽ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ OETക്ക് നിങ്ങൾക്ക് എങ്ങനെ സെൽഫ് സ്റ്റഡിയിങ് വഴി സ്കോർസ് നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആയിരിക്കും ഇനി അപ്ലോഡ് ചെയ്യാനും പോകുന്നത്. സോ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.